നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, ശ്രീകലയായിരുന്നോ? പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. സോറി, ഇരിക്ക. വേണ്ട, ഞാനിവിടെ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാനുണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. ആന്റി, ഈ ടെൻഷനൊക്കെ മറന്നൊന്ന് സന്തോഷായിട്ടിരിക്കെ. ഓ, ഇങ്ങനെ മൗനവ്രതത്തിൽ ഇരിക്കാതെ എല്ലാരും ഒന്ന് ഉഷാറായേ. ഞാനൊന്ന് മുത്തശ്ശനെ കണ്ടിട്ട് വരാം, വന്നിട്ട് ബാക്കി പറയാം. അമ്മേ, അമ്മേ, വേണ്ട. അതുകൊള്ള അമ്മ ഇപ്പോഴും പിണക്കത്തിൽ തന്നെയല്ലേ? അല്ല, അമ്മ വന്ന കാര്യം ആന്റി മഞ്ജേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയായിരിക്കും അല്ലേ? അല്ല അല്ല, അമ്മ എപ്പോ വന്നു? വരുന്ന വിവരം അറിയിച്ചതേ ഇല്ലല്ലോ. മുത്തശ്ശനോട് പറഞ്ഞിരുന്നോ? അല്ല, ഞാൻ നിന്നോട് ഈ കല്യാണത്തിന് സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ടും അതനുസരിക്കാതെ നീ കല്യാണത്തിന് മുതിർന്ന അത് തടയാൻ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരണ്ടേ? അമ്മയോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലാന്ന്. എടി, നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ വാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. നമ്മൾ എങ്ങോട്ടാ അമ്മ പോകുന്നേ? എന്തായാലും നിന്നെ കൊല്ലാനൊന്നല്ല കൊണ്ടുപോകുന്നത്. മിണ്ടാതെ എന്റെ കൂടെ വാ. ഇങ്ങോട്ട് വാ. അമ്മേ, അമ്മേ, വീടമ്മേ, ഇങ്ങോട്ട് വാ. സിംഗലെ, അവളെ വിടാനാ പറഞ്ഞ. വീട് വാടി ഇങ്ങോട്ട്. അവളെ നീ എന്തായി കാണിക്കുന്നത്? വരാൻ. അമ്മ ഞാൻ പറയുന്നു. നിന്നോട് നടക്കാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വാ. നീ അവിടെ നിൽക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങോട്ട് വാ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വരാൻ. ശ്രീലെ, നല്ല അടി വെച്ച് തന്നാലുണ്ടല്ലോ. വാ അങ്ങോട്ട്. നീ എന്തായി കാണിക്കുന്നു? വാ. സിംഗലെ, അവളെ വിടാനാ പറഞ്ഞ. ഇതേ എന്റെയും എന്റെ മോളുടെയും പ്രശ്ന. വേറെ ആരും ഇതിൽ ഇടപെടണ്ട. ഇടപെടരുത്. അമ്മ വീട് എന്തേ കാണിക്കുന്നേ? അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നേ? ഞാൻ എവിടെ ഓടി പോകാനൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്ക്. മിണ്ടി പോകരുത് നീ. ആരുമില്ലേ ഇവിടെ? ഗോപികേ, അമ്മ, ഗോപികേ. ഗോപികേ, അമ്മേ.
അമ്മ ഇതെപ്പോഴാ വന്നേ? ശ്ശോ, അമ്മ വരുന്ന വിവരം എന്നോട് എന്താ പറയാതിരുന്നേ? ചേച്ചി, അമ്മ നാട്ടിൽ വരുന്നു ചേച്ചിയോട് പറഞ്ഞിരുന്നോ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ തോന്നിയാസങ്ങൾ ഇവിടെ നടക്കുന്നത്, അതാണ് ഇവിടുത്തെ വിഷയം. ചേച്ചി, അമ്മ ഇതെന്താ? എല്ലാരും എത്തിയല്ലോ. എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാനേ ഇവരുടെ അമ്മയാ. ഈ നിൽക്കുന്ന ഗോപികയുടെയും ദേവികയുടെയും അമ്മ ശ്രീകല. നമ്മൾ പ്രതീക്ഷ ആളെത്തിയല്ലോ. അയ്യോ, ശ്രീകലയായിരുന്നോ? പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. സോറി, ഇരിക്ക്. വേണ്ട, ഞാനിവിടെ നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാനുണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. ശ്രീകലയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പക്ഷെ അതെന്ത് തന്നെയായാലും ഇരുന്ന് സാവകാശം പറയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതല്ല. എനിക്ക് പറയാനുള്ളത് ആദ്യമേ ഞാനങ്ങ് പറയാം. മാനസിക നില തെറ്റിയ നിങ്ങളുടെ മകനുമായി എന്റെ ഈ മകളുടെ വിവാഹം നടത്താൻ എനിക്ക് താല്പര്യമില്ല. മനോരോഗിയായ ഒരാൾക്ക് എങ്ങനെ ഞാൻ എന്റെ മകളെ കൈപിടിച്ചു കൊടുക്കും? അത് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. എന്റെ ഇഷ്ടക്കേട് ഞാൻ എന്റെ മോളോട് പറഞ്ഞതാ. പക്ഷെ നിങ്ങൾ ഇവൾക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതെ ഇവളെ വശീകരിച്ച് ഇവളെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചു. ശ്രീകലെ, ഞങ്ങളെ നിർബന്ധിച്ചിട്ടാണോ ദേവിക ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അങ്ങനെ ആരാ ശ്രീകലയോട് പറഞ്ഞത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.